ഹലോ ഗൈസ്, അല്ലൂസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഗൈസ്. അതിനുവേണ്ടി ആവശ്യമായത് മൈദാമാവ്, പിന്നെ തേങ്ങയും ശർക്കരയും, പിന്നെ വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കെന്നാൽ ഉണ്ടാക്കാൻ ആരംഭിക്കാം. അതിനുവേണ്ടി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഭയങ്കര കട്ടിയായിട്ടും കുഴയ്ക്കാൻ പാടില്ല, ഭയങ്കര ലൂസായിട്ടും കുഴയ്ക്കാൻ പാടില്ല. നമുക്കെന്നാൽ മാവ് കുഴയ്ക്കാം. മൈദമാവാണ് നമ്മൾ എടുത്തേക്കുന്നത്. മൈദമാവിൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കുഴയ്ക്കാൻ തുടങ്ങാം. നമുക്ക് ഉണ്ടോ, ഈ പരുവത്തിലാണ് മൈദമാവ് കുഴച്ചെടുക്കേണ്ടിയുള്ളത്. ഇനി നമുക്ക് ഇലയിൽ പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടിയാവലുണ്ട്, ഒരുപാട് ലൂസും ആയിപ്പോലെ. ഈ കണക്കിന് നിൽക്കണം, അല്ലെങ്കിൽ ഓട്ടട ഉണ്ടാക്കാൻ പാടാണ്. ഇനി നമുക്ക് ഒരു ഇല എടുത്ത് ഇത് ഇലയിൽ പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട്, ഭയങ്കര കട്ടിക്ക് പരത്തല്, നല്ല തിന്നായിട്ട് പരത്തണം. എന്നാലേ ഓട്ടട തിന്നാൻ ടേസ്റ്റ് കാണുള്ളൂ. നല്ല തിന്നായിട്ട് ഇങ്ങനെ കൈവച്ച് നല്ലപോലെ ഇല കാണുന്ന രീതിയിൽ നല്ലപോലെ പരത്തണം. നമ്മളെല്ലാം ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് ഗൈസ്. നല്ല തിന്നായിട്ട് കണ്ടു, കട്ടിയില്ലാതെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇല നല്ലപോലെ കാണണം, എന്നാലേ തിന്നാൻ ടേസ്റ്റുള്ളൂ. ഭയങ്കര കട്ടിയായ തിന്നാൻ രുചി കാണൂല. ചിലവർ കട്ടിക്കൊക്കെ ഉണ്ടാക്കുമായിരിക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ നല്ല തിന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയില്ലാത്തതുപോലെ നല്ല തിന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാം അങ്ങനെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് തിന്നായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരേ കൈയാണ് എല്ലാത്തിലും ശർക്കരയും തേങ്ങയും മിക്സ് ആഡ് ചെയ്യുന്നത്. അവരവരെ മധുരം അനുസരിച്ച് ആഡ് ചെയ്യാം. പക്ഷെ ഇതിൽ കൂടുതലും തേങ്ങയും പഞ്ചസാരയാണ് ഇത്തിരി കൂടെ ടേസ്റ്റ്. പഞ്ചസാര ഒരുപാട് അങ്ങനെ ഉപയോഗിച്ചുകൂടാത്തതുകൊണ്ട് കുട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങയും ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. എല്ലാത്തിലും ഒരേ എല്ലാ സ്ഥലവും എത്തുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് മധുരം കാണത്തില്ല, കുറച്ച് സ്ഥലത്ത് കാണും. അത് പിള്ളേർക്ക് തിന്നാൻ ഭയങ്കര പാടായിരിക്കും. എല്ലാത്തിലും നമ്മൾ എല്ലാ വശത്തും കിട്ടുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കണം. നീളത്തിനല്ല, കുറുക്കെ ഇങ്ങനെ മടക്കിയെടുക്കണം. എല്ലാത്തിലും കറക്റ്റ് അളവിൽ എല്ലാത്തിലും ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. കണ്ടോ, എല്ലാ സൈഡും നല്ലപോലെ എത്തുന്ന രീതിയിൽ വെക്കണം. അതിനുശേഷം ഇത് നമുക്ക് മടക്കി കൊടുക്കണം. മടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിന് അങ്ങനെ മടക്കാം, പക്ഷേ അതിന് ഇല കീറും. അന്നേരം ഇങ്ങനെ വീതിക്ക് മടക്കുമ്പോഴത്തേക്ക് നീളത്തിന് മടക്കിയ ഇലയ്ക്ക് വാഴയിലയില്ലേ, നമ്മൾ വാട്ടിയിട്ടൊന്നുമില്ല വാഴയിലയിൽ ഉണ്ടാക്കിയേക്കുന്നത്, പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറുക്കേ മടക്കണം. എല്ലാം ഇങ്ങനെ കുറുക്കേ മടക്കി നമുക്ക് എടുക്കാം. എല്ലാം കുറുക്കേ മടക്കിയതിന് ശേഷം നമ്മളിത് വേവിക്കാൻ വെക്കണം. എല്ലാം കറക്റ്റിന് കുറുക്കേ ഇങ്ങനെ മടക്കി എടുക്കണം. അതെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 6 ഉണ്ടാക്കിയത്, എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരട്ടിച്ചട്ടിയിലാണ്. ഒരട്ടിച്ചട്ടി നമുക്ക് കഴുകിയെടുത്ത് ഗ്യാസിലോട്ട് വയ്ക്കാം. അതിനുശേഷം ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ ഓട്ടട 2 ഓട്ടട വയ്ക്കാം. അപ്പുറം ഇപ്പുറം ഒരേ ഓട്ടട വെച്ച് ഇതാക്കിയെടുക്കാൻ. വെള്ളം നല്ലപോലെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഓട്ടട ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ ഒരു ഓട്ടട, ഇപ്പുറത്തെ സൈഡിൽ ഒരു ഓട്ടട എന്ന കണക്കിന് വെച്ച് കൊടുക്കണം. അളവിലിങ്ങനെ വെച്ച് കറക്റ്റിന് രണ്ടും അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ ആ മാവ് വെച്ചേക്കുന്നുണ്ട്. ഭയങ്കര അങ്ങ് പരത്തി നിരത്തല്ല, ആ മാവ് ഒരട്ടിച്ചട്ടിയിലിരിക്കുന്ന പരുവത്തിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു സ്ഥലം അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു സൈസ് ഇല കറുത്ത് വരും. നമുക്ക് നോക്കാം. കണ്ടോ, ഇല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലം മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അപ്പുറം ഇപ്പുറം ഇട്ട് കണ്ടോ, നല്ലപോലെ
ഇല വിട്ട് വന്നിട്ടുണ്ട്, മുരിഞ്ഞിട്ട് ഇല വിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൂടെ കട്ടി ചെയ്യണമെങ്കിൽ ആക്കാം. നമ്മൾ കുറച്ച് കട്ടിയിലാക്കി എടുക്കാൻ പോവുകയാണ്. കുറച്ച് കട്ടിയായിട്ടുള്ളൂ, കാരണം കൊച്ചുങ്ങൾക്കൊക്കെ കഴിക്കേണ്ടിയുള്ളൂ. ഇത് കൂടെ കട്ടിയാക്കിയാൽ നല്ല ഹാർഡായിട്ടിരിക്കും, നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ കുറച്ച് എങ്ങനെ ആക്കിയിട്ടുള്ളൂ, കുറച്ച് ഭയങ്കര കട്ടിയാക്കാതെ ചെറിയ കട്ടിയിൽ നല്ല ടേസ്റ്റാണ്. പഞ്ചാര ആകുമ്പോഴാണ് നല്ല കൂടെ ടേസ്റ്റ്, നല്ല ഉരുകി ഇറങ്ങുന്ന നല്ല ടേസ്റ്റ്. എന്നാൽ ശരി, ബൈ.